നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് തന്നെ തുടരുമോ അതോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ? തവനൂരിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തവനൂര് ലീഗുമായി വെച്ച് മാറാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള, തിരുവമ്പാടിയും തവനൂരും തമ്മിൽ വെച്ച് മാറുന്നു എന്നൊക്കെയുള്ള ഒരു പ്രചാരണങ്ങളുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് UDF വലിയ തിരിച്ചടിയാവും. നിലമ്പൂരുമായി ബന്ധമുള്ള 3 പേര് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാലുവാരിൽ നടക്കുമെന്നുള്ള രീതിയിലാണ് കലകോലിൻ്റെ റിപ്പോർട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് VS ജോയി അവിടെ നിൽക്കുക എന്നുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിരുദ്ധ തരംഗത്തെക്കാൾ അപ്പുറത്ത് നിലമ്പൂരിൽ ഒരു ആര്യാടൻ വിരുദ്ധ തരംഗമുണ്ട് എന്ന യാഥാർത്ഥ്യം ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസ് നേതൃത്വവും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിലമ്പൂർ സീറ്റ് അവർക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനാണ് സാധ്യത. രാജ്മേ നമസ്കാരം. നമസ്കാരം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തവനൂർ മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 2 മണ്ഡലങ്ങളാണ്. നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് തന്നെ തുടരുമോ അതോ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ? തവനൂരിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ 2 മണ്ഡലങ്ങളെയും? ഈ 2 മണ്ഡലങ്ങളെയും നോക്കിക്കാണുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, തവനൂര് ലീഗുമായി വെച്ച് മാറാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള, തിരുവമ്പാടിയും തവനൂരും തമ്മിൽ വെച്ച് മാറുന്നു എന്നൊക്കെയുള്ള ഒരു പ്രചാരണങ്ങളുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് UDF വലിയ തിരിച്ചടിയാവും. കാരണം മലപ്പുറം ജില്ലയ്ക്കകത്ത് ആകെ 16 സീറ്റുള്ളതിൽ 12 സീറ്റിലും മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത്. 4 സീറ്റാണ് ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസിനുള്ളത്. കേരള കോൺഗ്രസിനൊന്നോടെ ജോസഫ് ഗ്രൂപ്പിനവർക്കൊന്നും സീറ്റില്ല. RSPക്കും KSPക്കും ഒന്നും അവിടെ സീറ്റില്ല. അപ്പോൾ ഈ 4 സീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൊന്നാനിയാണ്, ഒന്ന് തവനൂരാണ്, ഒന്ന് നിലമ്പൂരാണ്, ഒന്ന് വണ്ടൂരാണ്. ഈ 4 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ കോൺഗ്രസ് മത്സരിക്കുന്ന 4 മണ്ഡലങ്ങളിൽ നിന്ന് ഒന്നുകൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 13 സീറ്റിൽ മുസ്ലിം ലീഗും 3 സീറ്റിലേക്ക് കോൺഗ്രസും ചുരുക്കുന്ന സ്ഥിതിയെത്തും ജില്ലയിലെ രാഷ്ട്രീയത്തിനകത്ത്. അത് ആളുകളുടെ ഇടയിൽ ഒരു കമ്മ്യൂണലായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുസ്ലിം ലീഗിലേക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ജില്ലയുടെ പ്രത്യേക സാഹചര്യത്തിൽ. രണ്ടാമത്തെ ഒരു കാര്യം, ജില്ലയിൽ നിന്ന് കോൺഗ്രസ് കാലങ്ങളായിട്ട് പലതവണ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മണ്ഡലമായിരുന്നു പൊന്നാനി മണ്ഡലം. പക്ഷേ പൊന്നാനി മണ്ഡലം MP ഗംഗാധരനൊക്കെ ജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 2006 തൊട്ടൊക്കെ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് പാലോളി മുഹമ്മദ് 2 തവണ ജയിക്കുന്നു. അതിനുശേഷം ശ്രീരാമകൃഷ്ണൻ 2 തവണ ജയിക്കുന്നു. അതിനുശേഷം ഇപ്പം നന്ദകുമാറാണ്. ഈ തവണ അദ്ദേഹം മാറും. അദ്ദേഹം പ്രായാധിക്യം കാരണം മാറും. ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സഖാവാണ്. പ്രായമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തതാണ് കഴിഞ്ഞ തവണ. അപ്പോൾ നന്നായിട്ട് മാറുമ്പോൾ ആര് വരും എന്നുള്ള ചോദ്യം അവിടെ CPM-ൻ്റെ ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ വേണമെങ്കിൽ ആ സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ചില സാധ്യതകളും സാഹചര്യങ്ങളും അവിടെ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തവനൂർ മണ്ഡലത്തിൽ KT ജലീലാണ്. ആ തവനൂർ മണ്ഡലം 2008 രൂപീകരിക്കുമ്പോൾ തൊട്ട് അതിന് ശേഷമുള്ള 2011-ലെയും 2016-ലെയും 2021-ലെയും 3 തെരഞ്ഞെടുപ്പുകളിലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് KT ജലീലാണ്. KT ജലീൽ കുഴപ്പമില്ലാത്തൊരു മാർജിനിലാണ് ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച് വിജയിച്ചത്. BV പ്രകാശിനോടായിരുന്നു 2011 മത്സരിച്ചത് വിജയിച്ചത്. പിന്നീട് കഴിഞ്ഞ തവണ നിലമ്പൂർ മത്സരിച്ച് ഇടക്കാലത്ത് വെച്ച് മരണപ്പെട്ടെ. അതേപോലെ തന്നെ 2016 മത്സരിച്ചത് ഇഫ്തിഖാറുദ്ദീനാണ്. 2021 അവരൊരു ഭൂലോക മുതലിനെ കൊണ്ടുവന്ന് നിർത്തി ഫിറോസ് കുന്നംപറമ്പലിനെ. അതുകൊണ്ടാണ് തോറ്റുപോയത്. പക്ഷേ നല്ല മത്സരമൊക്കെ ഉണ്ടായി. 10,000 വോട്ടിനാണ് KT ജലീൽ തവണ ജയിക്കുന്നത്. KT ജലീൽ 2006 കുറ്റിപ്പുറം മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിച്ചാണ് ആദ്യം വരുന്നത്. പിന്നീടാണ് ഈ തവനൂർ മണ്ഡലം രൂപീകൃതമാകുന്നത് 2008. അന്ന് വോട്ട് ഇവിടെ നിൽക്കുക. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് കോൺഗ്രസും ലീഗും തമ്മിൽ ആ സീറ്റ് തിരുവമ്പാടി ഇതും കൂടെ വെച്ച് മാറുക എന്ന് പറയുന്നത് ശരിയല്ല. വേറെ ഏതെങ്കിലും സീറ്റുകളുമായിട്ട് ആ കോഴിക്കോട് ജില്ലയ്ക്കകത്തുള്ള സീറ്റുകൾ തമ്മിൽ വെച്ച് മാറുകയാണെങ്കിൽ അതിനകത്തൊരു ന്യായമുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇത് കൺവിൻസ്ഡ് ആവത്തില്ല. കാരണം 16 സീറ്റുള്ള ജില്ലയ്ക്കകത്ത് മറ്റു ഉപാധിപ്പെട്ടവർക്ക് മത്സരിക്കാൻ പോലും സീറ്റുകൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് സംസ്ഥാന വ്യാപകമായിട്ട് വലിയൊരു ഹേറ്റ് ക്യാമ്പയിന് തുടക്കമിടും. പ്രത്യേകിച്ച് ഒരു ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. പിന്നെ മുസ്ലിം ലീഗിൻ്റെ കുറിച്ച് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് എത്തുമെന്നൊക്കെ ഉള്ളതൊരു പ്രശ്നമുണ്ട് അവിടെ വേണമെങ്കിൽ DCC പ്രസിഡന്റ് VS ജോയിയെ മത്സരിപ്പിക്കാം, അതല്ലെങ്കിൽ സന്ദീപ് വാര്യരെ മത്സരിപ്പിക്കാം. അവർക്ക് മത്സരിപ്പിക്കാവുന്നതാണ് ആ മണ്ഡലത്തിൽ. പക്ഷേ അവിടെ അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റ് സുരക്ഷിതമല്ലാതായി മാറും. നിലമ്പൂർ സീറ്റിൻ്റെ കാരണം നിലമ്പൂരുമായി ബന്ധമുള്ള 3 പേര് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഒന്ന് നിലവിലെ നിലമ്പൂർ MLA നിലമ്പൂർക്കാരനുമായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത്, ഒന്ന് DCC പ്രസിഡന്റും നിലമ്പൂർക്കാരനുമായിട്ടുള്ള VS ജോയി, ഒന്ന് മുൻ നിലമ്പൂർ MLA ആയിട്ടുള്ള എന്നാൽ നിലമ്പൂർക്കാരനല്ലാത്ത തൊട്ടടുത്ത ഏറനാട് മണ്ഡലത്തിൽപ്പെട്ട PV അൻവർ. 3 പേരും മത്സരരംഗത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല UDF വേണ്ടിയിട്ട്. പക്ഷേ അതിൽ മത്സരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് നിർണായകമാണ്. നിലമ്പൂർ സീറ്റ് കഴിഞ്ഞ തവണ 2016-ലും 2021-ലും PV അൻവർ മത്സരിച്ച് വിജയിച്ച നിലമ്പൂർ അവർ പിടിച്ചെടുക്കുമ്പം അൻവർ ആദ്യം മത്സരിച്ച് വിജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനോടാണ് 2016. 2021-ൽ VV പ്രകാശിനെയാണ് തോൽപ്പിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുമ്പോൾ ഏകദേശം 11,000 വോട്ടിനാണ് തോൽപ്പിക്കുന്നത്. BV പ്രകാശിനെ തോൽപ്പിക്കുമ്പോൾ അത് 3,000-ലേക്ക് ചുരുങ്ങിയ ഭൂരിപക്ഷം. പക്ഷേ അത് കഴിഞ്ഞിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അദ്ദേഹം രാജിവെച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർജിനിലാണ് വിജയിക്കുന്നത്. M സ്വരാജിനെ പരാജയപ്പെടുത്തുന്നു. 3-ാം സ്ഥാനത്ത്
പിന്നെ അൻവർ എത്തുന്നു. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ BDJSന്റെ സ്ഥാനാർത്ഥി നിന്നിരുന്ന സമയത്ത് 2016 അവിടെ 12,000 വോട്ട് പിടിച്ചിരുന്നു. അതിൽ നിന്ന് 8,500 2021 ചുരുങ്ങി. ഇപ്പോഴും അത് 8,600 അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വന്നിട്ട് നിൽക്കുന്നത്. മോഹൻ ജോർജ് നിന്നതിന് പറ്റിയ ഒരാളല്ലായിരുന്നു. അപ്പോൾ BDJSന്റെ സീറ്റ് BJP ഏറ്റെടുത്തതിന് ശേഷം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ആ ഒരു തരംഗം ഇല്ലാതായല്ലോ. BDJS വന്നപ്പോൾ ഒരു ലക്ഷ്യബോധം അതൊക്കെ ഇല്ലാതെ തുഷാർ വോട്ട് പോലെ അവിടെ പിന്നെ വോട്ട് കുറഞ്ഞതാണ് ലോക്സഭയിലേക്ക്. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് 2025 ബൈ ഇലക്ഷനിൽ ജയിച്ചത്, ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയം തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ അവലോകനം നടത്തിക്കഴിഞ്ഞാൽ PV അൻവർ സ്വതന്ത്രനായി നിന്നതുകൊണ്ട് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത്. അതായത് 1,76,077 വോട്ടാണ് 2025 ബൈ ഇലക്ഷനിലൂടെ മൊത്തം പോൾ ചെയ്തത്. അതിൽ 77,737 വോട്ട് ആര്യാടൻ ഷൗക്കത്തിനും 66,660 വോട്ട് M സ്വരാജിനും കിട്ടി. 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നത്. അതേസമയം അപ്പുറത്ത് 19,760 വോട്ട് PV അൻവർ പിടിച്ചു. PV അൻവർ പിടിച്ച വോട്ടുകൾ ഇരുഭാഗത്തുനിന്നും പിടിച്ചിട്ടുണ്ട്. ഈ 19,760 ഒരു 5,000 വോട്ട്, അതായത് 20,000-അടുത്തായല്ലോ, ഒരു 5,000 വോട്ട് CPMൻ്റെ വോട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി 15,000 വോട്ടും പിടിച്ചത് UDFൻ്റെ വോട്ടാണ്. കാലങ്ങളായിട്ട് UDFന് കിട്ടുന്ന വോട്ടാണ് പിടിച്ചിട്ടുള്ളത്. CPMൻ്റെ വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറുമായിട്ട് അറ്റാച്ച്ഡായിട്ട് വരികയും ആ MLA ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് CPMൻ്റെ സഖാക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ അൻവറിനോട് വ്യക്തിപരമായ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ആ വോട്ട് അൻവർ അഥവാ ജയിച്ചാലോ എന്നുള്ള പ്രതീക്ഷയിലും, പിന്നെ സ്വരാജ് എന്ന് പറയുമ്പോൾ അവിടെ ജനകീയനല്ലാത്തതിൻ്റെ ഭാഗമായിട്ട്, സ്വരാജിന് എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല. സ്വരാജിൻ്റെ ബൂത്തിലും സ്വരാജ് പഠിച്ചിടത്തും സ്വരാജ് ജീവിച്ചിടത്തും ഒക്കെ സ്വരാജ് പുറകിൽ പോയി. അപ്പോൾ അങ്ങനെ സ്വരാജ് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിൽ പിന്നെ അവിടുത്തെ കുറേ സംഘടനാ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിലുള്ള ചിലരും ചില പണികളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10,000 വോട്ട് പോയിട്ടുണ്ട്. ബാക്കി ഒരു 15,000-ഓളം വോട്ട്, 14,000 ചില്ലാനും വോട്ട് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന UDFന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട്. അതിൽ ലീഗിൻ്റെ വോട്ട് വല്ലാതെ നഷ്ടപ്പെട്ടിട്ടുമില്ല. അതാണ് രസം. ലീഗിനാണ് ആര്യാടൻ ഷൗക്കത്തിനോട് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ളത്. പക്ഷേ ലീഗ് ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു. ആ ലീഗിൻ്റെ വോട്ട് പരമാവധി പെട്ടിയിലാക്കി. പക്ഷേ എന്ത് വന്നാലും ചത്താലും ശരി ആര്യാടൻ ഷൗക്കത്തുമായിട്ട് സന്ധി ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള വലിയൊരു വിഭാഗമുണ്ട്. ഒന്ന് വ്യാപാരികൾ. അവിടുത്തെ ഇദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് പാട്ടുത്സവം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ അതിൻ്റെ ബൂമിങ് ടൈമിലുണ്ടായിരുന്ന ചില ഇടപെടലുകൾ, അതുകൊണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് വ്യക്തിപരമായ ശത്രുതകളുണ്ട്. അത് UDFൻ്റെ വോട്ടാണ്. ആ വ്യക്തിപരമായ ശത്രുതയുള്ളവരുടെ വോട്ട് അൻവർ നിന്നില്ലായിരുന്നെങ്കിൽ അവരെന്ത് വന്നാലും ആര്യാടന് വോട്ട് ചെയ്തില്ല, അത് നേരെ സ്വരാജിന് പോകുമായിരുന്നു. സ്വരാജ് അങ്ങ് ജയിക്കുമായിരുന്നു. അൻവർ നിന്നുകൊണ്ട് ഈ വോട്ട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു പോയി. അപ്പുറത്തോട്ട് കുത്തിയൊഴുകി ഒരുമിച്ച് പോകേണ്ടുന്നത് മുഴുവൻ ചെറിയ ഒരു അരുവിയായിട്ട് ഇപ്പുറത്തോടെ അങ്ങ് തിരിഞ്ഞൊഴുകിപ്പോയി. അത് തിരിഞ്ഞ് അൻവറിൻ്റെ പിന്നെ പെട്ടിയിലേക്ക് ആ വോട്ട് ഒഴുകിപ്പോയതുകൊണ്ട് ഒരു മഹാനദിയായി സ്വരാജിന് ഒഴുകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്ത് രക്ഷപ്പെട്ടു പോരുന്നത്, ഇത്രയും വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചു പോരുന്നത്. പക്ഷേ ഇനി വരുമ്പോൾ അൻവർ എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ ഇല്ല. അൻവർ UDFൻ്റെ ഒപ്പം ചേർന്ന് കഴിഞ്ഞു. അങ്ങനെ വരുമ്പം ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ LDF നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, LDF ഈ കണ്ട അവരെ ഇവരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റത്തില്ല. വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിൽ പോലും അൻവർ വണ്ടമാനം വോട്ട് പിടിച്ചു. UDFൻ്റെ കോട്ടയാണത്. ഒറ്റയ്ക്ക് നിന്നിട്ട് ഏറ്റവും നന്നായിട്ട് വോട്ട് പിടിച്ച സ്ഥലങ്ങളല്ലോ ഒന്നാണത്. അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ അൻവറിൻ്റെ കൂടെയാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ തൃണമൂലൊക്കെ ക്ലച്ച് പിടിക്കത്തില്ല. പക്ഷേ നിലമ്പൂർ ടൗണുമായി ബന്ധപ്പെട്ട്, മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൗക്കത്തിനോട്, ആര്യാടൻ മുഹമ്മദിനോടുള്ള പോലെയുള്ള താല്പര്യം ആളുകൾക്ക് ആര്യാടൻ ഷൗക്കത്തിനോടില്ല. അതെന്തുകൊണ്ട് എന്നുള്ളത് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഇത് സംഭവിക്കുന്നില്ല. കാരണം നമ്മളോടൊക്കെ ഇവർ നീറ്റാണ് ഇവരെല്ലാം. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓൻ അങ്ങനെയാണ്, ഓൻ മറ്റേതാണ്, ഈ രീതിയിലുള്ള പറച്ചിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് ആരൊക്കെ നമ്മളോട് പറയാറുണ്ടെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു ഫാക്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കനകൂലിൻ്റെ റിപ്പോർട്ട് തന്നെ കാലുവാരിൽ നടക്കുമെന്നുള്ളതാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ കാലുവാരിൽ നടക്കുമെന്നുള്ള രീതിയിലാണ് കനകൂലിൻ്റെ റിപ്പോർട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നിലമ്പൂർ മണ്ഡലം സുരക്ഷിതമല്ല, അതുകൊണ്ട് VS ജോയി അവിടെ നിൽക്കുക എന്നുള്ള പ്രപ്പോസലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ആര്യാടൻ ഷൗക്കത്ത് മുൻകൈ എടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ OT ജെയിംസ്, എടക്കര പഞ്ചായത്തിൻ്റെ പലതവണ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. പുള്ളിയെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാൻ വേണ്ടിയിട്ട്, കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണം, അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജനറൽ അവിടെ ആവാമെന്ന് എഴുതിയിട്ട് മത്സരിപ്പിച്ചപ്പം കോൺഗ്രസിൻ്റെ റിബൽ അവിടെ ജയിച്ചു. കോൺഗ്രസിൻ്റെ റിബൽ ജയിച്ചു. ഇടതുമുന്നണി 2ാം സ്ഥാനത്ത്, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത്. ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ട് പിന്നെ മത്സരിച്ച് വിജയിച്ചു. OT ജെയിംസ് 3ാം സ്ഥാനത്തേക്ക് പോയി, ഔദ്യോഗിക സ്ഥാനാർത്ഥി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം അവിടെ അടിത്തട്ടിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥിതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് പോലും കിട്ടാത്ത സമ്പൂർണ്ണമായ മേധാവിത്വം ഐക്യജനാധിപത്യ മുന്നണിക്ക് കിട്ടി. കാരണം അവർ പോത്തുകല്ല് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു, അവർ അമരമ്പലം പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു, കരളായി പഞ്ചായത്ത് പിടിച്ചെടുത്തു,
ചുങ്കത്തറ പഞ്ചായത്ത് ആധിപത്യം തേരോട്ടമായി, എടക്കര പഞ്ചായത്ത് അവർ നിലനിർത്തി, വഴിക്കടവ് പഞ്ചായത്ത് നിലനിർത്തി, നിലമ്പൂർ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിച്ചു, സമ്പൂർണ്ണമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ ആധിപത്യത്തിലായി. അതെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമൊക്കെ അവിടെയുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടിയൊരു വിരുദ്ധ വികാരം ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വിരുദ്ധ വികാരം അവിടെ ഉണ്ട്. അത് കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. അവിടുത്തെ മണ്ഡലം കമ്മിറ്റികൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ റഫറൻഡം നടത്തിയപ്പോൾ അവരെല്ലാം കൂടുതൽ സർവേ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് VS ജോയി സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെയുണ്ട്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ സമുദായത്തിനൊന്നും അങ്ങനത്തെ മതപരമായി ആര്യാടൻ ഷൗക്കത്തിനോട്, കാരണം ആര്യാടൻ ഷൗക്കത്തിൽ പ്രാക്ടീസിങ് മുസ്ലിം ഒന്നുമല്ല, ഒരു യുക്തിവാദിയുടെ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ല രൂപീകൃതമായിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരേ ഒരു തവണയാണ് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ MLA ആയിട്ടുള്ളൂ. മലപ്പുറം ജില്ലയ്ക്കകത്ത് ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് 95 ഒരു വർഷക്കാലത്തേക്ക് AK ആൻ്റണി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത് മാത്രമേ ഉള്ളൂ തിരുരങ്ങാടി മണ്ഡലത്തിൽ നിന്നും. അല്ലാതെ അവിടെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളും ഇതുവരെ MLA ആയിട്ടില്ല. ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാമുദായിക ധ്രുവീകരണത്തിൻ്റെയും ഒരു ഇസ്ലാമോഫോബിയയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിലും കാസ പോലെയുള്ള സംഘടനകൾ സജീവമായൊരു കാലഘട്ടത്തിലും അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ വരുമ്പം ഇവിടെ ഞാൻ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് നിന്ന് കഴിഞ്ഞാൽ, നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ എതിരെ നിന്ന് കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് തോക്കും. കാരണം ആര്യാടൻ്റെ വിരുദ്ധ വോട്ടുകൾ ഇടതുമുന്നണിക്ക് പോകും. അത് പിടിക്കാൻ അവിടെ അൻവർ ഇല്ല. അല്ലെങ്കിൽ അൻവറിനെ ഒന്നും കൂടെ അവിടെ സ്വതന്ത്രനാക്കി നിർത്തേണ്ടി വരും UDF-ന്. പിന്നെ നിങ്ങളിത് പേപ്പർ നിൽക്കേണ്ട, അവിടെ സ്വതന്ത്രനായിട്ട് നിന്നിട്ട് തോറ്റോളാൻ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് നിന്ന് വോട്ട് പിടിക്കാൻ ഒരാളില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് LDF മാറും. പക്ഷേ LDF അവിടെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ കരുതിയിരിക്കുന്ന ആൾക്കാരെ ആരും നിർത്താനും പാടില്ല. അവിടെ ഇപ്പോൾ ഒന്ന് പ്രൊഫസർ തോമസ് മാത്യു നല്ല വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ്. തോമസ് മാത്യുവിനെ നിർത്തിയാൽ പോലും അവിടെ ക്ലച്ച് പിടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. തോമസ് മാത്യു അവിടെ മാർത്തോമ സഭയുടെയൊക്കെ കാര്യപ്പെട്ട ഒരാളൊക്കെയാണ്. 2 തവണ അദ്ദേഹം ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെയുള്ളത് പിന്നെ VM ഷൗക്കത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, ഇടക്കാലത്ത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നു, എടക്കര ഏരിയ സെക്രട്ടറിയുടെ. VM ഷൗക്കത്ത് നിന്ന് കഴിഞ്ഞാൽ CPM തന്നെ തോപ്പിക്കും ഷൗക്കത്താക്കിയെ. മാട്ടുമൽ സലീം അവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. മാട്ടുമൽ സലീമിന് ആഗ്രഹമുണ്ട്, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. മാട്ടുമൽ സലീം നിന്ന് കഴിഞ്ഞാൽ തോക്കും എന്നുള്ളത് ഫാക്റ്റാണ്. മാട്ടുമൽ സലീം സ്വന്തം മുനിസിപ്പാലിറ്റി തന്നെ പുറകിൽ പോകും. പിന്നുള്ളത് ഈ പത്മാക്ഷൻ അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പപ്പേട്ടൻ പോയി നിന്നാലും അവിടെ ക്ലച്ച് പിടിക്കത്തില്ല, ജയിക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. PK സൈനപ്പ CPM സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, മുമ്പ് വനിതാ കമ്മീഷൻ അംഗമൊക്കെ ആയിരുന്നു. സൈനത്ത് നിന്ന് കഴിഞ്ഞാൽ സ്വന്തം വാടി പുറകിൽ പോകും. അതാണ് സ്ഥിതി. അല്ല, അതൊരു സത്യമാണ്. മണലി എന്ന് പറയുന്ന അവരുടെ നാട്ടിൽ അവർ പുറകിൽ പോകും. പിന്നെ ഷെറോണ റോയി 2020 ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചതാണ്. അത് വഴിക്കടവ് ഡിവിഷനിൽ നിന്ന് ഇത്തവണ ചുങ്കത്തറ ഡിവിഷനിൽ നിന്ന് ദയനീയമായി പരാജയപ്പെട്ടു. അതൊരു ഓളത്തിൻ്റെ പുറത്ത് ജയിച്ചതാണ്. ഷെറോണയ്ക്കും ഒരു പരിധിക്കപ്പുറം ഒന്നും മണ്ഡലത്തിലാകെ പരിചിതമൊന്നുമല്ല. ഇപ്പോൾ ഈ അമരമ്പലം പഞ്ചായത്ത്, കരളായി പഞ്ചായത്തിലോ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലോ ഒന്നും ഫെമിലിയർ അല്ല. അവരാ ഇടക്കര പരിസരത്തൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളതല്ലാതെ മിടുക്കിയാണ്. പിന്നെ യുവ നേതാവാണ്, അഭിഭാഷകയാണ്, ഒക്കെയാണ്, പിന്നെ നോട്ടറിയാണ്, ഒക്കെയാണ്. പക്ഷേ ജയിക്കത്തില്ല. ഇവർ നല്ലൊരു കാൻഡിഡേറ്റിനെ നിർത്തണം. പിന്നെ നിർത്താൻ പറ്റുന്ന ഒരാൾ അഡ്വക്കേറ്റ് TK റഫീഖാണ്. TK റഫീഖിൻ്റെ പിതാവ് TK ഹംസ അവിടെ നിന്ന് അട്ടിമറി വിജയം നേടിയിട്ടുള്ളതാണ്. കോൺഗ്രസിനെ തോപ്പിച്ച് ഇടതുമുന്നണിയുടെ പിന്തുണയോട് കൂടിയിട്ട് അട്ടിമറി വിജയം നേടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിജയവും അതിനു മുമ്പ് കുഞ്ഞാലി ജയിച്ചൊരു ജയമേ അവിടെ ഉള്ളൂ. പിന്നെ PV അൻവറ ജയിക്കുന്നത് 2016 21 ഈ 4 ജയങ്ങളേ ഉള്ളൂ. അപ്പം കുഞ്ഞാലി കൊല ചെയ്യപ്പെട്ടതുമാണ്, അതും അറിയാമല്ലോ. പിന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒന്ന് നിലമ്പൂർ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ, 2 അവിടുത്തെ ഈ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, 3 ചില സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ആര്യാടൻ ഷൗക്കത്തിനെതിരെ ബോംബായിട്ട് പൊട്ടാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെ കൃത്യമായ സോഴ്സിൽ നിന്ന് അറിയാവുന്ന വിവരം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന രീതിയിൽ ഇടതുമുന്നണി ഒരു അനുഭാവത്തോട് കൂടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അവർക്ക് പിണറായി 3 എന്ന് പറഞ്ഞുകൊണ്ട് LDF 3 എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ 3ാമത്തെ ഘട്ടത്തിലേക്ക് 3ാം ഭരണവും കൂടെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് നിർണായകമായതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടിയായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിട്ട് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയെ തോപ്പിച്ചിട്ടില്ലേ. അന്ന് പിണറായിയും കോടിയേരിയൊക്കെ കുഞ്ഞാലിക്കുട്ടിയായിട്ട് നല്ല സൗഹൃദം. അതുകൊണ്ട് തന്നെ നിലമ്പൂർ അവർ ഏത് രീതിയിലോ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ബോംബ് പൊട്ടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നിലമ്പൂർ പോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാലോചിക്കുന്ന ഇപ്പോഴത്തെ വഴി വളരെ കറക്റ്റാണ്. ആര്യാടൻ ഷൗക്കത്തിനെ തവനൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ തവനൂർ പിടിക്കാം. കെട്ടി ജലീലും ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള താല്പര്യം കൂടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. കെട്ടി ജലീലിനെ പോലെ ഫിറ്റായ ഒരു കാൻഡിഡേറ്റിനോട് കണ്ടെത്താനും പറ്റത്തില്ല. അപ്പം ആര്യാടൻ ഷൗക്കത്ത് അവിടെ പോയി നിന്നാൽ തവനൂർ പിടിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ സന്ദീപ് വാര്യർ അവിടെ നിന്നാലും അത് പിന്നെ അവിടെ ജയിക്കാം. ആര്യാടൻ ഷൗക്കത്തിനെ തവനൂരോട്ട് മാറ്റിയിട്ട് നേരെ BS ജോയിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ, നിലമ്പൂർ ഇട്ട് കഴിഞ്ഞാൽ BS ജോയിയുടെ ആർക്കും എതിർപ്പില്ല, ശത്രുതയില്ല. അതേസമയം ആര്യാടൻ ബാവട്ടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശത്രുതയാണ്. അത് എന്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എനിക്കറിയത്തില്ല. ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ VS ജോയിയെ പോലുള്ള ചെറുപ്പക്കാരൻ, കാരണം VS ജോയിയുടെ കാര്യം പറയുമ്പോൾ ആൾക്കാർ പറയാം എൻ്റെ കുടുംബക്കാരനായതുകൊണ്ട് പറയാമെന്ന് എഴുതും. അപ്പോൾ VS ജോയി എന്താണെന്ന് വെച്ചാൽ അവിടെ നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VS ജോയി ആ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ VS ജോയിക്ക് നല്ലൊരു മൈലേജ് കിട്ടിയിട്ടുണ്ട്. 1000 തെരഞ്ഞെടുപ്പുകളിൽ അവസരം നിഷേധിക്കപ്പെട്ടാലും വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഈ പ്രസ്ഥാനത്തിന് കേടുവരുത്തുന്നൊന്നും ചെയ്യില്ല എന്ന് പറയുകയും മുസ്ലിം ലീഗുമായിട്ട് നല്ല ടൈംസിൽ പോവുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ
സാഹചര്യത്തിൽ ബി എസ് ജോയി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ക്രൈസ്തവ വോട്ടുകൾ വല്ലാതെ ഏകീകരിക്കപ്പെടും ബി എസ് ജോയിക്ക് അനുകൂലമായിട്ട്, ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കപ്പെടും, മൂലം മുസ്ലിം വോട്ടുകളും ബി എസ് ജോയിക്ക് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കാരണം ബി എസ് ജോയി തന്നെ മലപ്പുറം ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. രണ്ടാമത്തെ കാര്യം, തവനൂരിൽ ആ സീറ്റ് നിലനിർത്താൻ അത് ബി എസ് ജോയി പോയി നിന്നാലും പറ്റും, ആര്യടൻ ഷൗക്കത്ത് പോയി നിന്നാലും പറ്റും, സന്ദീപ് വാര്യർ വന്നു നിന്നാലും തവനൂർ സീറ്റ് പിടിക്കാം ഇപ്പോഴത്തെ സ്ഥിതിയിൽ. കാരണം ജലീലിൻ്റെ സ്ഥാനാർത്ഥിയും കൂടി അല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സീറ്റ് എന്തായാലും സുഖമായിട്ട് പിടിക്കാം കോൺഗ്രസ്സിന്. അത് ലീഗിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ്. അങ്ങനെ പിടിക്കാം, നിലമ്പൂർ നിലനിർത്തുകയും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ നല്ലൊരു കാൻഡിഡേറ്റിനെ ഇവർ കണ്ടെത്തിക്കഴിഞ്ഞാൽ, LDF കണ്ടെത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കാൻഡിഡേറ്റിനെ, അല്ലെങ്കിൽ വേറെ ആളുകളുണ്ട്, അവരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ LDF ആ സീറ്റ് തിരിച്ചു പിടിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗം ഉണ്ടായാലും ഞാൻ പറഞ്ഞു പിണറായി വിരുദ്ധ തരംഗത്തെക്കാൾ അപ്പുറത്ത് നിലമ്പൂരിൽ ഒരു ആര്യാടൻ വിരുദ്ധ തരംഗമുണ്ട് എന്ന യാഥാർത്ഥ്യം ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസ് നേതൃത്വവും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിലമ്പൂർ സീറ്റ് അവർക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനാണ് സാധ്യത. അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അവർ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തവനൂരും നിലമ്പൂരും ഒരുമിച്ച് പിടിച്ചെടുക്കുക, നിലമ്പൂർ നിലനിർത്തുക, തവനൂർ പിടിച്ചെടുക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് അവർ നീങ്ങാനാണ് സാധ്യത. അപ്പം അതുകൊണ്ട് പിന്നെ വളരെ വളരെ ഗൗരവമായ ചില ആരോപണങ്ങൾ ഉയർത്താൻ, വെട്ടിപ്പൊട്ടിക്കാൻ തയ്യാറായിട്ടാണ് LDF ക്യാമ്പ് അതിനുള്ള എല്ലാ മെറ്റീരിയൽസ് റെഡിയാക്കി വെച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. എനിക്കതിൻ്റെ സോൾഡായിട്ട് എനിക്കതിൻ്റെ വിവരങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ്. അത് അവിടെ പൊട്ടുകയുള്ളൂ, നിലമ്പൂർ പൊട്ടിയിട്ടേ കാര്യമുള്ളൂ, അത് തവനൂർ കൊണ്ടേ പൊട്ടിച്ചിട്ട് കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത് തവനൂരിലോട്ട് മാറി അവിടെ BS ജോയി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന അഭിപ്രായമാണ് എനിക്കതിലുള്ളത്.